ഒരു പാറ്റയുടെ കാലല്ലേ ആ കാണുന്നത്. ആണ് ഗോപ്രോ ആടാനുള്ള റീസൺ. ഞാൻ സോപ്പ് പൊടി ഇട്ട് കുതിർത്ത് വെച്ച് വാഷ് ചെയ്യണം. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. എത്രത്തോളം ഫംഗസ് ഉണ്ടാവും. ആഹാ, എന്ത് രസം കാണാൻ തന്നെ. തുരുമ്പ് അഴുക്കും ഒക്കെയുള്ള ഫോഗൊക്കെ ഇറങ്ങി അഴുക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. 180 രൂപയ്ക്ക് നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ വീണ്ടും റെഡിയാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്പലൈനിൽ കണ്ടുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വൃത്തികെട്ട ഹെൽമെറ്റ് ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്രത്തോളം ഇന്നർ എത്രയും കാണുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഒരു 6 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരുന്ന എൻ്റെ എസ്എംകെയുടെ ക്യാപ്റ്റൻ എഡിഷൻ ഹെൽമെറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഫംഗസും കാര്യങ്ങളും ചെലന്തി വലയും എല്ലാം തന്നെ കയറിയിട്ടുണ്ട്. ഇത് വരുന്ന ആൻറ്റി ഫോഗ് വൈസർ വരുന്നതായിരുന്നു, അതെൻ്റെ നിന്ന് മിസ്സായി പോയാണ്. ഞാൻ തന്നെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ ഇതിൻ്റെ ഒരു സ്ക്രൂ പോയി. വൈസർ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഈ ഒരു സ്ക്രൂ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് ആൻറ്റി ഫോഗിൻ്റെ വൈസർ കാണാത്തത്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് വീണ്ടും വൃത്തിയാക്കി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി എടുക്കണം. അതിനായിട്ട് ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല, എനിക്കാരും പ്രൊമോഷൻ ഒന്നും ചെയ്യാൻ മാത്രമായിട്ടില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണിത്. 180 റുപ്പീസാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 181 റുപ്പീസ് കൊടുത്ത് മേടിച്ചൊരു ഹെൽമെറ്റ് ക്ലീനറാണ് ഈ കാണുന്നത്. ഞാൻ മേടിച്ചത് പക്ഷേ നിക്കാവി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. ബട്ട് വന്ന ഇതാണ്. എന്തായാലും നോക്കാം. അതിൻ്റെ MRP കിടക്കുന്ന 499 ആണ്. ഞാൻ എന്തായാലും എടുത്തത് 181-നാണ്. 99% പ്രൊട്ടക്ട് ഫ്രം ഇതെന്നൊക്കെ കിടപ്പുണ്ട്. എന്തായാലും എത്രത്തോളം യൂസ്ഫുള്ളും കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ആദ്യത്തെ ഇതിൻ്റെ പോർഷനായിട്ട് നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ പാഡിങ്സ് എല്ലാം റിമൂവ് ചെയ്തെടുക്കാം. പാഡിങ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. താഴെ തന്നെ വെക്കാം. പഴുതാഴയും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്തായാലും ഒരു പാറ്റയുടെ കാലല്ലേ ആ കാണുന്നത്. ഗൈസ്, ഒരു പാറ്റയുടെ കാലെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈശ്വര, കുറേ നാളായി. ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് 6 months പുറത്തായി ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട്. എന്തായാലും അകത്ത് അത്രയും വലിയ കുഴപ്പമില്ല. പാഡിങ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആ ഫോം സ്പ്രേ അടിച്ച് ഇത് ഊരാൻ പറ്റുമോ? ഇല്ല, ഇത് ഊരാൻ പറ്റുന്നതല്ല. വെറുതെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഊരുന്നില്ല. അപ്പോൾ ഊരിയെടുക്കാൻ പറ്റുന്ന പാർട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. വൈസർ കൂടി ഊരിയെടുക്കാം. അങ്ങനെ വൈസർ ഉൾപ്പെടെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഹെൽമെറ്റ്. ഔട്ടർ ഷെല്ലെല്ലാം നമുക്ക് അല്ലാതെ തന്നെ കഴുകാം. ഇത് ഉപയോഗിച്ച് ക്ലീൻ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബാക്കി പോർഷൻസ് എല്ലാം നമുക്ക് ഈ സ്പ്രേ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഗോപ്രോ നാടിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഹെൽമെറ്റിൻ്റെ മൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗോപ്രോ വെച്ചിരിക്കുന്നത് കണ്ടു. കാണാൻ പറ്റുമെങ്കിൽ കണ്ടു. ഈ ഷർട്ടിൽ ഒന്നുകൂടെ വ്യക്തമായി കാണാം. ഇതാണ് ഗോപ്രോ ആടാനുള്ള റീസൺ. ഞാൻ ഗോപ്രോ ഷർട്ടിൽ ഇങ്ങനെ ഒരു പിൻ ചെയ്താണ് വെറുതെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ അനങ്ങും തോറും ഇതും കിടന്നിങ്ങനെ അനങ്ങും. ഫോണിൽ കണ്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്പ്രേ ഒന്ന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം സിങ്ക് ചെയ്യാം. അയ്യോ, ഇതിനകത്ത് നിറയെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ളാണ്, കുലുങ്ങുന്നൊന്നുമില്ല. ഇത് ഫുള്ളാന്ന് പറഞ്ഞാൽ ഇനി ഗ്യാസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൽ അനങ്ങുന്നൊന്നുമില്ല. ഓക്കെ, നല്ല വെയിലും വന്നിട്ടുണ്ട്. കാറിൻ്റെ ബോണറ്റ് തന്നെ എടുത്തിരിക്കുന്നു. മറ്റേ ഈ സിനിമയ്ക്കകത്തൊക്കെ ഒരു ഡയലോഗ് പറയത്തുണ്ട്, ഈ ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശം എടുത്താൽ അതിൻ്റെ അകത്ത് ഏകദേശം ഇത്രത്തോളം ഉൾക്കാണ്. അതുപോലെ തന്നെ ഒരു ശരാശരി യൂസ് ചെയ്യാത്ത ഹെൽമെറ്റിൻ്റെ ഇന്നർ പോർഷൻസ് എടുത്താൽ അതിൻ്റെ അകത്ത് ഏകദേശം ഇത്രത്തോളം ഫംഗസ് ഉണ്ടാവും. കണ്ടല്ലോ, നമുക്കെന്തായാലും സ്പ്രേ അടിച്ച് വെക്കാം. ഒരു 5 minute വെച്ചേക്കാം. ഷേവിങ് ക്രീം പോലെ ഇരിക്കുന്നു. ചേട്ടൻ്റെ കാറാ. ചേട്ടൻ വന്നൊന്ന് ചീത്ത വിളിക്കായിരുന്നാൽ മതിയായിരുന്നു.
ഈ സാധനം സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ കളന്ന് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ മഞ്ഞ് പോലത്തെ സാധനം നമുക്കൊരു 5 മിനിറ്റ് വെച്ച് നോക്കാം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അതിന് മുമ്പ് നമുക്ക് ഹെൽമെറ്റിൻ്റെ മണ്ടഭാഗം കൂടെ അടിക്കാം കേട്ടോ. ഇതും കൂടെ ചെയ്യാനുണ്ട്, ഇവിടെ കൂടെ ചെയ്യാനുണ്ട്. ആഹാ, എന്ത് രസം കാണാൻ തന്നെ, കാണുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഗൈസ്. എന്തായാലും ഔട്ടർ ഷെല്ലും കൂടെ അടിക്കുക. ഔട്ടർ ഷെല്ലും കൊണ്ട് ഇത് അടിച്ചാൽ എത്രത്തോളം ക്ലീൻ ആണെന്ന് എനിക്കറിയത്തില്ല. ചേട്ടൻ എന്നെ കാണണ്ട, ചേട്ടൻ കണ്ട എന്നെ ഓടിക്കും. എന്താ എത്രത്തോളം ഞാൻ അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടോ, എൻ്റെ കൈയൊക്കെ നല്ല രീതിയിൽ പതയും കാര്യങ്ങളുമായിട്ടുണ്ട്. എന്തായാലും ഇത്രത്തോളം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ ടച്ചായിട്ട് തുടയ്ക്കാൻ മൈക്രോ ഫൈബർ ക്ലോത്ത് വേണം. അങ്ങനെ ദ മൊമെൻ്റ് ഓഫ് ട്രൂത്ത് നമ്മളിപ്പോൾ അറിയാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ്സ് അടുത്തായി നമ്മുടെ ഇതെല്ലാം സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇളകിയിടുന്ന ഫോഗ് കണ്ടോ, ഫോഗിൻ്റെ കളർ കണ്ടോ, തുരുമ്പും അഴുക്കും ഒക്കെ പിടിച്ച ഫോഗും കഥ ഇവിടെ ആയിട്ടൊക്കെ കണ്ടോ, തുരുമ്പും അഴുക്കും ഒക്കെയുള്ള ഫോഗൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എന്തായാലും ആയി. 2 മിനിറ്റ് കൂടെ വെച്ചാൽ നോർമൽ കേസെന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഹെൽമെറ്റ് വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ക്ലീൻ ആവുന്നതാണ്. നമ്മുടെ ഒരു ഹെൽമെറ്റിൻ്റെ പടുതി എന്തായിരുന്നെന്ന് ഞങ്ങൾ നേരത്തെ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഇച്ചിരി നേരം കൂടെ വെക്കാം. എന്താ കണ്ടോ, അഴുക്ക് കണ്ടോ, നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തുടയ്ക്കാം. ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ, കണ്ടോ കളർ കണ്ടോ. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുടയ്ക്കാം. ഈ ഒരു മണ്ടയിലെ പോർഷൻസിലെല്ലാം പോയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം നേരത്തെ സ്ക്രാച്ചസ് ആണ്. അഴുക്കുകളൊക്കെ കുറേയൊക്കെ പോയി. നമുക്ക് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് തുടച്ച് നോക്കാം. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് പോയി എന്ന് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് നല്ലൊരു പുത്ത മൈക്രോ ഫൈബർ ക്ലോത്താണ്. എൻ്റെ കസിൻ്റെ നിന്ന് ഇപ്പോൾ പോയി ചൂടോടെ എടുത്തുകൊണ്ട് വന്ന് ഈ പുത്ത മൈക്രോ ഫൈബറിൽ നമുക്ക് നമ്മുടെ ഹെൽമെറ്റ് തുടച്ചെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ദ മൊമെൻ്റ് ഓഫ് ട്രൂത്ത് കൊള്ളാം കേട്ടോ. പോകട നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ചോണ്ടേ, നല്ല രീതിയിൽ തന്നെ ആ ഒരു വെറ്റ്നെസ് ഉണ്ട്. അഴുക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട്. ആ ഫംഗസ് എല്ലാം നല്ലതായിട്ട് തന്നെ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ചേറെ നേരം വെച്ചുകൊണ്ട് അതിൽ ലിക്വിഡ് ഇതായിട്ട് മാറിയിട്ടുണ്ട് ഉണ്ടോ. എന്തായാലും ഇതിലെ അഴുക്കും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ടതാ, ഓൾമോസ്റ്റ് പുത്തം പോലെ ആയിട്ടുണ്ട്. ഇതെന്തായാലും ഇച്ചിരി നേരത്ത് വെയിലത്ത് വെച്ചാലേ ഈ ഒരു വെറ്റ്നെസ് മാറത്തുള്ളൂ. അഴുക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്, കൊള്ളാം. ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അഴുക്ക് പോകുന്ന കാര്യത്തിൽ അഴുക്കും ഫംഗസും എല്ലാം പൂർണ്ണമായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഒരു റിസൾട്ട് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നിങ്ങൾ ഇതിൻ്റെ നേരത്തെ കോലം കണ്ടിരുന്നതാണ് എങ്ങനെയാണ്. ഉണ്ടോ ഫംഗസ് അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു പുതിയ ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഈ ചില മണ്ടന്മാരൊക്കെ റെക്കമെൻഡ് ചെയ്യും സോപ്പ് പൊടി ഇട്ട് കുതിർത്ത് വെച്ച് വാഷ് ചെയ്യണം. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാഡിങ് നമ്മുടെ ഫേസ്, ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം, നമ്മൾ നമ്മുടെ ഫേസിൻ്റെ ഒരു അളവ് മാക്സിമം ടൈറ്റായിട്ട് ആണ് ഹെൽമെറ്റ് എപ്പോഴും പ്ലേസ് ചെയ്യുന്നത്. ഈ സോപ്പും കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ടെക്സ്ചർ അതങ്ങ് കുറച്ച് കാലക്രമേണ നല്ല രീതിയിൽ ആ ഒരു റഫ്നെസ്സൊക്കെ മാറി ഭയങ്കരമായിട്ടൊരു ജെല്ലി ടൈപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ആ ഹെൽമെറ്റിൻ്റെ പാഡിങ്സൊക്കെ നല്ല രീതിയിൽ ലൂസാകും. അപ്പോൾ ഒരിക്കലും നമ്മളാരും പറഞ്ഞു കേട്ടിട്ട് സോപ്പ് പൊടി ഇട്ടൊന്നും കണ്ടോ, നല്ല പുത്തം പോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സമ്മതിച്ചു കൊടുക്കണം. ഈ വെൽക്രോ ഒക്കെ ഇനി ഒട്ടുമോ എന്തോ അത് കണ്ടറിയണം. വീണ്ടും ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട്, നമുക്ക് വെച്ച് ഉണക്കണം. അതിന് മുമ്പായിട്ട് എല്ലാം തുടച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ
ഷെല്ല്. അയ്യോ ഉണ്ട് ഹെൽമെറ്റിൻ്റെ ഇത് കണ്ടോ, കളർ കണ്ടോ, ലാ ഔട്ടർ ഷെല്ല് തുടക്കം. ഒരു സ്ക്രാച്ചസ് ഒഴിച്ച് നോക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം മാറുന്നുണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ പാഡിങ് റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും ബാക്കി ഇതെല്ലാം തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈനൽ വ്യൂ കാണിക്കാം. അങ്ങനെ നമ്മളിതാ എല്ലാ ഭാഗവും തുടച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല പുത്തം പോലെ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് പീസെല്ലാം. ഇത് തുരുമ്പാണ് കേട്ടോ, അല്ലാതെ അഴുക്കല്ല. ഒക്കെയെല്ലാം ഓൾമോസ്റ്റ് അല്ല ന്യൂ കണക്കിന് ഇരിപ്പുണ്ട്. എന്തായാലും കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വെക്കാം. ഞാൻ വെയിൽ കൊള്ളാൻ വെക്കാൻ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതാ വെയിലും ഇല്ല, ഒരു തേങ്ങയില്ല. ഇത്രയും നേരം ഇവിടെ പഴുത്ത വെയിലായിരുന്നു. എന്തായാലും കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ഫൈനൽ വെച്ചിട്ട് ഞാൻ ഒരു ഔട്ട്പുട്ട് കാണിക്കാം. ഞാൻ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് നമ്മുടെ ഫോം സോക്ക് ചെയ്ത് വെച്ചിട്ട് മൈക്രോഫൈബറും കൊണ്ട് ക്ലോത്ത് വെച്ച് നമ്മളെല്ലാം റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം വെയിലത്ത് വെക്കുകയുണ്ടായി. പക്ഷേ അപ്പം തന്നെ മഴ പെയ്തത് കൊണ്ട് എനിക്ക് അപ്പോൾ ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് വെയിലായപ്പോഴാണ് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം ഈ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിരുന്നല്ലോ, നല്ല രീതിയിൽ തന്നെ ഫംഗലും കാര്യങ്ങളൊക്കെ തന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേറെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ നമ്മളിതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു നനവുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം വെയിലത്ത് വെക്കേണ്ടത്. എന്തായാലും വളരെ നല്ലൊരു ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഓൾമോസ്റ്റ് മേടിച്ചപ്പോഴത്തെ പോലെ തന്നെ. ഇപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു ഹെൽമെറ്റ് 3 വർഷത്തോളം അടുത്തായതാണ്. അതിൻ്റേതായിട്ടൊരു ഇതൊന്നല്ലാതെ ഫുള്ള് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടോ, പാടിങ്ങും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. ആ ഫംഗലും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ നിന്ന് പോയി. പിന്നെ ഞാൻ അത്യാവശ്യം ബാക്കി ഒന്ന് ഹെൽമെറ്റിൽ മേടിച്ചായിരുന്നു. ഹെൽമെറ്റ് അടിച്ചപ്പോൾ ഈ സ്ക്രാച്ചൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. കണ്ടോ, ഈ ഒരു പോർഷൻസൊക്കെ കണ്ടോ എന്ത് വൃത്തിയായെന്ന് കണ്ടോ, ഇവിടെ എല്ലാം കണ്ടോ. ഇവിടെ ഈ ഒരു പോർഷൻസൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഓർമ്മയുണ്ടോ എങ്ങനെയായിരുന്നെന്ന്. തുരുമ്പ് പിന്നെ ഇത്രയും വർഷമായിട്ട് അങ്ങനെ വന്നു പോയതാണ്. പക്ഷേ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം കണ്ടോ, എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കുട്ടമ്പനായി എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ബാക്കി പാഡിങ്ങും കാര്യങ്ങളൊക്കെ ഇത് തിരിച്ച് വെച്ച് നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് വീണ്ടും അസംബിൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതാ കണ്ടോ, പണ്ടത്തെ ആ ഒരു ഇതും കൂടെ നോക്കിക്കുക നിങ്ങൾ, എന്തോരം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല പുത്തൻ പോലെ, പുത്തൻ എന്ന് പറയാൻ അവിടെ എന്തായാലും 3 വർഷമായിട്ട് അതിൻ്റേതായിട്ടുള്ള വഴക്കം കാണും. എന്നാലും പക്ഷേ ഇതാ കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഈ സ്ക്രാച്ചസൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിന് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. പക്ഷേ സന്തോഷമാണെന്ന് ചോദിച്ചാൽ സന്തോഷമാണ്, സങ്കടമാണെന്ന് ചോദിച്ചാൽ സങ്കടമാണ്. ഇതാ പാടിങ് കയറ്റിയപ്പോൾ ഇത് കണ്ടോ, ഈ പോർഷൻ കണ്ടോ, ഇവിടെ ഇതാ ഇപ്പുറത്തെ സൈഡും 2 സൈഡും ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുണ്ട്. ഇത്ര വർഷം പഴക്കമുള്ളത് കൊണ്ടായിരിക്കാം, അല്ല നമ്മൾ ഓവറായിട്ട് ആ ഒരു ഇത് അടിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ ആയിരിക്കും. എനിക്ക് എന്തുവാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഞാൻ അത്യാവശ്യം പ്രഷർ കൊടുത്തായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം ആ ഒരു പ്രോഡക്റ്റിൻ്റെ. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയോ, ക്ലീൻ ആകുന്ന കാര്യത്തിൽ ഇതാ കൊള്ളാം, നൈസാണ്. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തിരുന്നത് വേറൊരു സാധനമാണ്. ഇതാ ഈ ഒരു കാണുന്ന പ്രോഡക്റ്റായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷേ വന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, അതായിരുന്നു വന്നിരുന്നത്. അപ്പോൾ എന്തായാലും 180 രൂപയ്ക്ക് നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ വീണ്ടും റെഡിയാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.